വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷ കേസരിമാർ ശ്രദ്ധിക്കുക. ആദ്യമേ ഭാര്യയെ എടുത്ത് തലയിൽ വയ്ക്കാതിരിക്കുക. സാമ്പത്തികമോ ഉയർന്ന കുലമഹിമയോ പറയുന്നവരുമായി വിവാഹം കഴിക്കരുത്. തുല്യതയുള്ളവർ തമ്മിലാണ് വിവാഹം നടത്തേണ്ടത്. വിദ്യാഭ്യാസം കുറഞ്ഞവർ വിദ്യാഭ്യാസം കൂടിയ വീട്ടുകാരുമായി വിവാഹബന്ധം സ്ഥാപിക്കാതിരിക്കുക. സ്ത്രീകൾ ഭരിക്കുന്ന വീട്ടിൽ നിന്നും വിവാഹം കഴിക്കാതിരിക്കുക. ആ വീട്ടിൽ പുരുഷൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാകില്ല. ആ വീട്ടിലെ കുട്ടികൾക്ക് അച്ഛനോട് ബഹുമാനവും കാണില്ല. എന്ത് കഴിക്കണം, കുടിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളും ഇനിമേൽ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പാടുള്ളതല്ല. എല്ലാം അവരിൽ നിക്ഷിപ്തമായിരിക്കും. കിട്ടുന്ന ശമ്പളത്തെപ്പറ്റി ഒരിക്കലും സത്യം പറയുകയോ സമ്പാദിക്കാൻ അവരെ മാത്രമായി ഏൽപ്പിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ കുടുംബക്കാരെ ഭാര്യ എന്തും പറയും, പക്ഷേ അവരുടെ കുടുംബത്തെ തൊട്ടുള്ള കളി ഒരിക്കലും അവർ സഹിക്കില്ല. മുൻ പ്രണയവും ചുറ്റിക്കളിയും ഒന്നും പറയാതിരിക്കുക. ഇതുവഴി ഫോൺ നിരീക്ഷണ വലയത്തിൽ നിന്നും ഭാഗികമായി രക്ഷപ്പെടാം. ആഴ്ചയിലൊരിക്കൽ സിനിമ, ഹോട്ടൽ ഫുഡ്, ഔട്ടിങ്, മാസത്തിൽ ഒരു ഡ്രസ്സ് ഇവ വാങ്ങിക്കൊടുക്കുക വഴി നിങ്ങൾ സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും കെയറിങ്ങിൻ്റെയും കലവറയാണെന്ന് ഇടയ്ക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക വഴി സ്നേഹമില്ലാത്തവൻ എന്ന പരാതി ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. ഭാര്യയുടെ മാതാവുമായുള്ള ഭാര്യയുടെ അധിക സംസർഗം തുടക്കത്തിലെ ഒഴിവാക്കിക്കൊള്ളുക. അവരാകും നിങ്ങളുടെ ജീവിതത്തിൽ നാരദ സ്വഭാവം കാണിച്ച് രണ്ടിനെയും പെരുവഴിയാക്കാൻ കാരണക്കാർ ആവുക. അമിത ബുദ്ധിയുടെയും വിവരക്കേടിൻ്റെയും ഉപദേശത്തിൻ്റെയും നിറകുടമാണ് അവർ. ഭാര്യയെ ആദ്യം മുതൽ തന്നെ ജോലിക്ക് വിട്ടേക്കുക. ജോലിയില്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംഘടിപ്പിച്ചു കൊടുക്കുക. അതുവഴി അനാവശ്യ കഥകൾ മെനയലും പരദൂഷണം പറച്ചിലും അമ്മായിയമ്മ നാത്തൂൻ പോരുകൾ ഭാഗികമായോ പൂർണ്ണമായോ കുറയ്ക്കാം. ഭാര്യയുടെ സ്വർണം, ക്യാഷ് ഇവ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ഒരിക്കൽ അതെടുത്ത് ഉപയോഗിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു നന്നായി കഴിഞ്ഞ് തിരികെ കൊടുത്താലും മരണം വരെ ഔദാര്യക്കണക്കും കേൾക്കേണ്ടി വരും. നിങ്ങളുടെ കുടുംബക്കാരുടെ സ്വഭാവങ്ങളും കുറ്റങ്ങളും ആദ്യമേ തന്നെ പറഞ്ഞു കൊടുക്കാതിരിക്കുക. അത് പിന്നീട് നിങ്ങൾക്ക് പാരയാകും. പേഴ്സണൽ കാര്യങ്ങളിൽ നിന്ന് അകലം പാലിച്ചു നിർത്തുക. മൊബൈൽ, എവിടെ പോകുന്നു, എപ്പോൾ വരും, കൂടെ ആരുണ്ട്, വീഡിയോ കാളിൽ തെളിവ് കാണിച്ച് വിശ്വസിപ്പിക്കുക. ഇടയ്ക്ക് വിളിച്ചു സത്യമാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇവ ഒരിക്കലും ചെയ്യരുത്. ഈ വീഡിയോയിൽ പറയുന്ന ജീവിത വിജയ തത്വങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?